യഹോവയെ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന്റെ പകരം കൊടുക്കുന്നു. രക്ഷയുടെ പാനപാത്രം യഹോവയുടെ നാം വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവെ ഇങ്ങനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നൽകുന്ന മുഖാന്തരങ്ങളെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് അവിടുന്ന് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ നീ കൂട്ടായിരിക്കുന്നതിനായി സ്തോത്രം. ആത്മീയവും ഭൗതികവുമായ സകല നന്മകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നത്തെയും സഫലമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹൃദയമായിട്ട് കർത്താവ് ഞങ്ങൾ ഇടവകയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇടവകയുടെ 2025 ഹാർവസ്റ്റ് ഫെസ്റ്റിവലായിട്ട് കർത്താവ് ഞങ്ങൾക്ക് വേർതിരിപ്പാൻ തക്കവണ്ണം, കൊണ്ടാടുവാൻ തക്കവണ്ണം അവിടെ നൽകുന്ന മുഖാന്തരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള നന്മകളിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന് വേർതിരിച്ച് സ്തോത്രത്തോടെ കർത്താവെ സമർപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് തരുന്ന മുഖാന്തരങ്ങളെ ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇതിൽ പങ്കാളികളാകുന്ന ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. നൽകുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. എല്ലാവരെയും നീ വാഴ്ത്തുന്നു, അനുഗ്രഹിക്കണമേ. കർത്താവെ ഇന്ന് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇപ്രകാരം കൂടി വരുവാനോട് നൽകിയ കൃപയ്ക്കായി സ്തോത്രത്തിനുള്ള ക്രമീകരണങ്ങൾക്കായി ഒരുമിച്ച് ചെയ്യുവാനൊക്കെ ഞങ്ങളെ സഹായിച്ചതായി സ്തോത്രം. നാളത്തെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമാകണമേ. എല്ലാവരെയും കൂടി വരുത്തണമേ. ഞങ്ങളെല്ലാവരും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം അവിടെ സഹായിക്കണം. നിങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ദൈവകൃപയുള്ളതായി ട്രിനിറ്റി മാർത്തോമ ഇടവകയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ട്രിനിറ്റി മാർത്തോമ ഇടവകയുടെ ട്രിനിറ്റി സെൻ്ററാണ്. ഇവിടെ ധാരാളം ആളുകൾ ഇടവകയിലെ മെമ്പേഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നു. ധാരാളം പച്ചക്കറി വിഭവങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയോടുകൂടി ഇവിടുത്തെ ഒരുക്ക ശുശ്രൂഷകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമുക്ക് കാണാം, ധാരാളം ആളുകൾ, ഇടവകയിലെ 400ഓളം കുടുംബങ്ങൾ ഇവിടെ നാളെ വലിയൊരു ഉത്സവമാണ്. ആ ഉത്സവത്തിൻ്റെ തുടക്കമാണ് ഇവിടെ. ബഹുമാനപ്പെട്ട ജിജു അച്ഛനാണ് ഇപ്പോഴത്തെ വികാരി. ആദ്യമായിട്ടാണ് അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ചടങ്ങിലേക്ക് കിടക്കുന്നത്. അച്ഛാ, എന്ത് തോന്നുന്നു? ഇത് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിൻ്റെ വളരെ സന്തോഷത്തിലാണ്, എക്സൈറ്റഡ് ആണ് ഈ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുന്നതിന്. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു പങ്കാളിത്തം ഈ ഒരു ശുശ്രൂഷ അനുഗ്രഹമാക്കുന്നു. ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ വേർതിരിച്ച് ദൈവനാമത്തിന് വേണ്ടി സമർപ്പിക്കുന്നതായ ഒരു വലിയ ശുശ്രൂഷ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വലുതും ചെറുതുമായ വിവിധങ്ങളായ ക്രമീകരണങ്ങൾ ശുശ്രൂഷകൾ ചെയ്യുന്ന അനേകരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാളത്തെ ശുശ്രൂഷയിൽ എല്ലാവരും ഒന്ന് പങ്കുചേരണമേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. അച്ഛാ, ഒരു ചോദ്യം കൂടെ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്ന സാധന ശേഖരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ റബ്ബർ ഷീറ്റ് അങ്ങനെയുള്ള വിളവുകളൊക്കെ. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസങ്ങളോ എന്തെങ്കിലും വെജിറ്റബിൾ ഐറ്റംസിൻ്റെ ഒരു പ്രത്യേകതകളോ എല്ലാം കാണാനോ? എല്ലാവരുടെയും ഒരു അധ്വാനത്തിൻ്റെ ഒരു ഫലം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. രണ്ടാമത്തെ കാര്യം, അതിൽ എല്ലാവരും ഒരു മനസ്സോടെ പങ്കുചേരുന്നു. ഈ കാര്യങ്ങൾ വളരെയേറെ എടുത്തു പറയത്തക്കതാണ്. തങ്ങൾക്കുള്ള നന്മകളിൽ തങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് തന്നെ വേർതിരിച്ച് സമർപ്പിക്കുന്നു എന്നുള്ളത് തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതിയാണ്. അച്ഛന് ധൃതി ഉണ്ടെന്നറിയാം. ഇത് ഞങ്ങൾ കഴിഞ്ഞ 3-4 വർഷങ്ങളിലായിട്ടൊരു പ്രത്യേക രീതിയിലാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ കാണത്തക്കൊണ്ടതിന് സൂമിലെ വാട്സപ്പിലൊക്കെയാണ് നമ്മൾ ഓപ്ഷൻ വിളിയൊക്കെ നടത്തുന്നത്. അത് വലിയൊരു അനുഭവമാണ്. നാളെ നമുക്കത് കാണാം. നാളെ നമ്മൾ ഫുൾ വീഡിയോയിൽ വരും. ഇപ്പം ഒരു കാര്യം കൂടെ പോകണം. ഒരു ചോദ്യം ഇതാണ്, അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറയുന്ന ഇത് 3 പേരെ കൂടെ പരിചയപ്പെടുത്തിയിട്ട് ഇവർ 3 പേരുമാണ് കൺവീനേഴ്സ്. ജോൺ ചാക്കോ, രാജൻ ഗീവർഗീസ് ആൻഡ് ബാബു കലീന. അവരാണ് ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ അടുത്തേക്ക് വരാം. അമേരിക്കൻ ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ നാട് കൂട്ടുലേലം എന്ന് പറയുന്ന ഒരു സംഭവം നാളെ നടക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ കൂട്ടുലേലത്തെ പറ്റി ജനത്തിന്, അപ്പോൾ നമ്മുടെ ഇത് വീഡിയോ ധാരാളം ആളുകൾ ഒന്ന് പറയാമോ വെച്ചാ, എന്താ കൂട്ടുലേലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, ഈ കൂട്ടുലേലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ കോൺട്രിബ്യൂഷനെങ്കിലും എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉണ്ടാവുക. ഓരോരുത്തരും അവരവരുടേതായ ഒരു പങ്കാളിത്തം അതിൽ നൽകുമ്പോൾ അതൊരു വലിയ സംഖ്യയായിട്ട് ഉയരുവാനായിട്ടും അത് ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുവാനായിട്ടും ഇടയായിത്തീരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഒരാൾ
കൂടുതൽ തുക വിളിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതിനേക്കാൾ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. താങ്ക് യു അച്ഛൻ. ആവേശത്തോടു കൂടിയാണ് നമ്മുടെ 3 കൺവീനേഴ്സ് നിൽക്കുന്നത്. ജോൺ ജാക്കോ, നമ്മൾ എന്ത് ഐറ്റമാണ് നാളത്തെ ഈ കൂട്ടുലേലത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് പാവയ്ക്ക, താങ്ക് യു അച്ഛൻ. വെണ്ടയ്ക്ക, കൂട്ടുലേലത്തിന് നമ്മൾ കൂടുതൽ 75 ഇഞ്ച് TV സ്മാർട്ട് TV ആണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ പള്ളിയിലെ ഒരു മെമ്പർ നമുക്കിത് ഓഫർ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ നാളെ കൂട്ടുലേലം നാളെ ഉച്ചയ്ക്ക് 12 o'clock വിളിക്കുന്നതായിരിക്കും. ഇത് രാജൻ കീവറീസ്, ബാബു കലീനയാണ് ഇതിൻ്റെ യൂട്യൂബ്, അതിൻ്റെ ഫ്ലയർ ഒക്കെ ജെയ്സൺ ഷാമുവൽ ഇവർ രണ്ടും കൂടാണ് ചെയ്യുന്നത്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നാളെ എത്ര പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്? അതുപോലെ തന്നെ നമ്മുടെ ഓർഗാനിക് വെജിറ്റബിളിൻ്റെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ലേലം ഇതിനോടനുബന്ധിച്ച്. വെരി ഗുഡ്. നമ്മുടെ ലേലം വിളിയിൽ ഇവരെ കവച്ചു വെക്കാൻ ഇപ്പോൾ ആരുമില്ല. 2 പേരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. 3-4 പേരുണ്ട്. അതിൽ ബേബ് കുട്ടിച്ചാനും രാജുവുമാണ്. നാളത്തേക്ക് റെഡിയാണോ? നാളത്തേക്ക് റെഡിയാണ്, ഇപ്പോഴേ റെഡിയാണ്. ശബ്ദമൊക്കെ ക്ലിയർ ആണ്. നാളെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ 4-5 ലേലം വിളിക്കാൻ ഞങ്ങൾ 4-5 പേരുണ്ട്. ഞങ്ങളും വലിയ ആവേശത്തിലാണ്. നമുക്കിത് ഇത് നമ്മുടെ ജീവനച്ഛൻ, ഇവിടുത്തെ നമ്മുടെ അസിസ്റ്റൻ്റ് വികാരിയാണ്. അച്ഛനെ കഴിഞ്ഞ 2 വർഷത്തെയും ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെയൊക്കെ കഴിഞ്ഞ 2 വർഷത്തെ അച്ഛൻ്റെ ട്രിനിറ്റി പള്ളിയുമായിട്ടുള്ള ഹാർവസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. വളരെ മനോഹരമായ ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് ട്രിനിറ്റി ഹ്യൂസ്റ്റൺ ഇടവകയും ജനങ്ങളും ഒരുമിച്ച് നടത്തുന്ന ഒരു വലിയ സംരംഭം. ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് നേരിട്ട് ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ പെറ്റ്സ്, ഗാർഡൻ പ്ലാന്റ്സ്, അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരു അച്ചാറുകളുടെ ശേഖരം, സ്നാക്സ്, അങ്ങനെ എന്താണ് ഇവിടെ ലഭിക്കാത്തത് എന്ന് നമ്മൾ നോക്കിയാൽ മാത്രം മതി. നാളെ ഒരു വലിയൊരു TV, അത് തന്നെ ഒരു കൂട്ടുലേലം എന്ന രീതിയിൽ ഞങ്ങൾ പരീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ലേലത്തിലൊക്കെ പങ്കുചേരുവാനുള്ള അവസരമുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. അതുപോലെ തന്നെ ഒരു മായവുമില്ലാത്ത പ്രൊഡ്യൂസുകളൊക്കെ ഓർഗാനിക്കായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു സംരംഭം നിങ്ങളെല്ലാവരും പങ്കെടുത്ത് സഹകരിച്ച് വിജയകരമാക്കണമേ എന്ന് ഈ സമയത്ത് സ്നേഹത്തോടെ ഓർമ്മ. താങ്ക് യു അച്ഛൻ. ഇവിടെ ധാരാളം ആളുകളെ നമുക്ക് കാണാം. ഇവിടെ കുഞ്ഞമ്മാമ, ഇത് ഞങ്ങളുടെ കുഞ്ഞമ്മാമയാണ്. നാളത്തേക്കുള്ള ക്രമീകരണം എന്തൊക്കെയാണ് കൗണ്ടർ ഉള്ളത്? മസാല ദോശ, സമ്മന്തി, അതിൻ്റെ കൂടെ സാമ്പാർ, പിന്നെ ഉഴുന്നുവട, മോരും വെള്ളം. എനിക്ക് വയ്യ. അതിന് നമ്മൾ പണം വല്ലതും തരണോ? അത് ഡൊണേഷൻ? 82 വയസ്സ്, 85 വയസ്സുണ്ട് കുഞ്ഞുമാമയ്ക്ക്. അത്ര ആവേശത്തോടു കൂടിയാണ് പറയുന്നത്. ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ വലിയ നടത്തിപ്പിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ വരുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചുമതലക്കാരായിട്ടുള്ള റെജി ജോർജ്. നാളെ നമ്മൾ ഒത്തിരി യൂത്ത്സിനെയൊക്കെ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി ആളുകളെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നാളത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. 500 people. Okay, yeah. Thank you. We are hoping and praying for that. റെജി, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, സൂമിലൊക്കെ നമ്മളാന്ന് തോന്നുന്നു ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയത്. എനിക്ക് നമ്മളൊക്കെ ഇരുന്നപ്പോഴാണ് അതൊരു വലിയ അനുഭവമായിട്ട് മാറിയാണ്. ഞാൻ ഇവരിലേക്ക് ഓടി വരിക. നാളത്തേക്കുള്ള ക്രമീകരണങ്ങൾ ഇതാ ധാരാളം. ഇവിടെ കൗണ്ടറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുണ്ട്, ലഞ്ച് കൗണ്ടറുണ്ട്. അതിൻ്റെ ക്രമീകരണമൊക്കെ ധാരാളം ലേഡീസ് ഇവിടെ എത്തിക്കുക. നമ്മുടെ ഷെറി, മുൻ സേവികാ സംഘം സെക്രട്ടറി ഷെറി, ആവേശത്തോടു കൂടിയാണോ നാളത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കാണുന്നത്? എന്താ കൗണ്ടറുള്ളത്? എല്ലാവരും വന്നാട്ട് ലേഡീസിൻ്റെ ടീമാണ് വന്നേ. ഷീജ, ഇവരുടെ ഒരു വലിയ ടീം ഇവിടെ പ്രവർത്തിക്കുന്നു. എല്ലാവരും അടുത്ത് പോയിക്കൊള്ളാം ഞാൻ. നാളെ എന്തോ നമ്മുടെ കൗണ്ടർ വല്ലതും ഉണ്ടോ സേവികാ സംഘത്തിൻ്റെ? അതോ എല്ലാവരും കൂടി 2 ആഴ്ച? എന്താ നാളെ നിങ്ങൾക്കുള്ളേ? കുഞ്ഞുമാമ പറഞ്ഞാണ്. ഇവരെല്ലാം ഇവിടുത്തെ ലേഡീസിൻ്റെ ലീഡേഴ്സാണ്. ശരി, നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു നാളെ എന്തൊക്കെയാണ് കൗണ്ടറുള്ളത്? കുഞ്ഞുമാമ പറഞ്ഞു. മത്സ്യാൻ്റെയും കുഞ്ഞമ്മേൻ്റെയും നേതൃത്വത്തിലുള്ള രുചികരമായ മസാല ദോശയുണ്ട്, ഉഴുന്നുവടയുണ്ട്. ഇനി അതിൽ കൂടുതൽ എന്ത് വേണ്ടേ? നാവിൽ വെള്ളം ഊറുന്നതാണ്. പിന്നെ കുഞ്ഞമാമയുടെ സ്പെഷ്യൽ ഓംലെറ്റ്, പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നാളെ ഹാർവസ്റ്റ് കുഞ്ഞമ്മാമ, ഷെറി, ഷീല ചാണ്ടപ്പിള്ള, ജിജി അലക്സ്, ഷീജ ജോസ് ഇവിടുത്തെ വനിതകളുടെ നേതാക്കളാണ്. എല്ലാവരുടെയും സാമ്പാറൊക്കെ ഉണ്ട്. ഞങ്ങൾ അടുത്ത കൗണ്ടറിലേക്ക് വരാം. ഇവരെല്ലാം കാണിച്ച് നമ്മുടെ ജെയ്സൺ എന്ത്? ജെയ്സൺ ഷാമുവൽ. ഇതാണ് നമ്മുടെ ഷാജൻ ജോർജ്. എങ്ങനെയുണ്ട്? നാളെയൊക്കെ അടിപൊളിയാന്ന് പരിപാടികളൊക്കെ. എന്ന് പറഞ്ഞാൽ എന്തോ
ഇന്ന് രാത്രിയിലും ഇവിടെ ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. നമ്മുടെ മോനി, സജി, ജോസ്, ഇങ്ങനെ മറ്റു പേരുടെ ജെയ്സൺ ഷാമുലാണ് ഞങ്ങളുടെ ട്രസ്റ്റി. ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഫൈനാൻസ് 50,000. ഇപ്പം തന്നെ നമുക്ക് എത്ര കിട്ടി? 35,000. $35,000 ഇപ്പോൾ തന്നെ കിട്ടിക്കുക. ജോസ് സാർ എങ്ങനെയുണ്ട്? നാളത്തേക്കുള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ? ചക്കയൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടോ? 25 ചക്ക. അത് തന്നെ നമുക്കൊരു $25,000 സാധനമുണ്ട്. ഈ പിന്നെ മുമ്പേ പറഞ്ഞു ബാബു കലീനയും ജെയ്സനുമാണ് ഇതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടുകളൊക്കെ തരുന്നത്. ഒന്ന് നമ്മൾ ലോകം മുഴുവൻ ഇത് കാണുന്നതാണ്. നാളത്തെ ടെക്നിക്കൽ സപ്പോർട്ട് എന്താ? നമ്മൾ സൂമിൽ കൂടാണോ ഇതിൻ്റെ ലേലമൊക്കെ? സൂമിൽ കൂടെ ഉണ്ട്, നമുക്ക് ഇൻ പേഴ്സൺ ഇവിടെ വരാം. സൂമിൽ കൂടെ നമുക്ക് 500 ആൾക്കാർ വരെ ഇതിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യണമെന്നാണ് നമ്മുടെ താല്പര്യം. ട്രിനിറ്റി മാർത്തോമ ഇടവകയുടെ ഹാർവെസ്റ്റ് ഉത്സവത്തിൻ്റെ ക്രമീകരണങ്ങൾ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ധാരാളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രമുഖ താരങ്ങളാണ് PC ജോർജ് പുളിന്തിട്ട, PC ജോർജ് എന്ത് പറയുന്നു? എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കുന്നു. നാളത്തേക്കുള്ള ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നു. ഇതാ ധാരാളം ഐറ്റംസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നാളെ മുതൽ നമുക്ക് ഒരു $50,000 സെയിൽസിനാണ്. അനീച്ചാന്, സജിയുടെ ബ്രദർ എല്ലാം ഒന്ന് കൈ കാണിച്ചാൽ എല്ലാവരും ആവേശത്തിലാണ്. 100 കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അലക്സ് പാപ്പച്ചൻ വന്നിരിക്കുന്നു, ചെമ്മരപ്പള്ളി അച്ഛൻ വന്നിരിക്കുന്നു. ഇങ്ങനെ എപ്പോഴും ആളുകൾ വരുന്നു, ഐറ്റംസ് കൊടുക്കും. ഞാനിത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അലക്സ് പാപ്പച്ചൻ എന്ത് പറയുന്നു? ട്രിനിറ്റി ഈ സെന്ററിന്റെ മാനേജറാണ്. ഈ ട്രിനിറ്റി സെന്റർ അടിച്ച് പൊളിക്കുകയാണ്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വീണ്ടെന്നു കാതിൽ പറഞ്ഞവൻ എന്നെന്നും വീണ്ടുന്നതെല്ലാം നിറച്ചു. ധാരാളം ആളുകൾ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയല്ല, ഞങ്ങൾക്കുണ്ട് ഒരു $100,000 നമ്മളിവിടെ നിന്ന് കിട്ടുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കും. നാളെ ഒരു 500 പേരെ ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ഊണ്, രാവിലത്തെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. നാളത്തെ ഫെസ്റ്റിവലിന് എല്ലാവരും വന്ന് സംബന്ധിക്കുകയും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. ഇടവകയുടെ ഈ മിഷൻ പ്രവർത്തനങ്ങൾക്കും ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കുന്നത്. വന്നു ചേർന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനി നാളെ രാവിലെ എത്തിച്ചേരുന്നു. സൈനിങ് ഓഫ് ബാബു കലീനിയോടൊപ്പം ജീമോൻ റാന്തി. താങ്ക് യു. വീണ്ടെന്നു കാതിൽ പറഞ്ഞവൻ എന്നെന്നും വീണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന ആരാധന ഇടവകയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ 8:30 മുതൽ നാളെ വൈകിട്ട് 6 മണി വരെയുള്ള ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ ഒരുക്കം ഇന്നിവിടെ ആരംഭിച്ചിട്ട് നോക്കുക. നമ്മുടെ ആനി സ്പെഷ്യൽ ബനാന ചിപ്പീസ്, പേസ്റ്റഡ് പെൻഡിങ്,
ഇങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് വന്നത്. ഇപ്പൊ ചക്ക വന്നിട്ടുണ്ട്, പടവലങ്ങ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുക്കങ്ങൾ ആരംഭിക്കും. ഇന്ന് രാത്രി 12 മണി വരെ ഇവിടെ ഈ ടേബിൾ മുഴുവനുള്ള സാധനങ്ങൾ എത്തിക്കഴിയും. അതുകൊണ്ട് എല്ലാവരും ഇതിനുള്ള ഉത്സാഹത്തോടു കൂടി നാളെ നടക്കുന്ന ഹാർവസ്റ്റ് ഫെസ്റ്റിൽ പങ്കെടുക്കണം. ഇന്ന് കഴിവതും ആളുകൾ ഇടവകയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഞങ്ങൾ വോളണ്ടിയേഴ്സ് രാത്രി 10 മണി വരെ ഇവിടെ കാണുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ ബേബുക്കുട്ടിച്ചാൻ പണ്ട് പോകുന്ന ബേബുക്കുട്ടിച്ചാൻ ഒരു അഭിപ്രായം പറഞ്ഞു. നാളെ രാവിലെ തുടങ്ങാൻ പോകുന്ന ലേലമുള്ളിയുടെ ഉദ്ഘാടനം നാളെയാണെങ്കിൽ ഇന്ന് സന്ധ്യ ആയപ്പോൾ ആയില്ല. അതിനു മുമ്പ് തന്നെ സെന്ററിൽ സാധനങ്ങളെല്ലാം ടോയ്ലറ്റിലുള്ള മുഴുവൻ സാധനങ്ങളും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ആനി പിക്കിൾ ഉണ്ടാക്കിയ ആനിയോട് തന്നെ ചോദിക്കാം, അമ്മ എന്താണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഇപ്പൊ എല്ലാം പറഞ്ഞു അമ്മമ്മയ്ക്ക് നാണമാണ് പറയാനായിട്ട്. ഏത്തക്കയാണ് ഇത്. ബനാന ചിപ്പീസ് ആണ്, ചിപ്സ് എന്നാണ്. അങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി സാധനങ്ങളുമായിട്ടാണ് സ്പെഷ്യൽ പേറ്റന്റ് പെൻഡിങ്. ഇത് ഉള്ള ഒരൊറ്റ ഫാമിലിക്ക് ഇത് കൊടുക്കത്തുള്ളൂ. പയറ്, പാവയ്ക്ക, വെണ്ടയ്ക്ക, ചേന, അമ്പഴങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. എത്ര കിട്ടുന്നുണ്ട്? അമേരിക്കൻ ഞങ്ങളുടെ ട്രയലാണ്, നാളത്തേക്കുള്ള ട്രയലാണ്. ബാബുച്ചാനെ കൂട്ടി $500. വാക്ക് പറഞ്ഞ ഇതാ നമ്മുടെ 3 കൺവീനേഴ്സാണ് ഇപ്രാവശ്യമുള്ള. ഒന്ന് രാജൻ ഗീവറീസ്, ഒന്ന് ബാബു കലീന, ജോൺ ജാക്കോ പണം പിരിക്കാനുള്ള ധൃതിയിൽ പലരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജൻ ഗീവറീസും ബാബു കലീനയും ഒക്കെയാണ് ഈ വർഷം എല്ലാവരും നേതൃത്വം കൊടുക്കുന്നതാണ്. ഇവരാണ് ഇപ്രാവശ്യത്തെ കോർഡിനേറ്റേഴ്സ്. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ബാബു എന്ത് പറയുന്നു? ആളുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷയുണ്ടല്ലേ? രാജൻ ഗീവറീസിംഗ് വന്നേ. രാജൻ എങ്ങനെയുണ്ട്? ശുഭപ്രതീക്ഷയുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. നമുക്ക് എത്ര ഡോളർ ഇതുവരെ കിട്ടിയിട്ടുണ്ട്? $34,000 നമുക്ക് ഡൊണേഷൻ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വലിയ ആവേശപൂർവ്വമാണ് ഇപ്രാവശ്യത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കാണുന്ന എല്ലാ വർഷവും. അതുകൊണ്ട് കൂടുതൽ ആളുകളെ ഞങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നു. വൈകിട്ട് 9 മണി വരെ ഞങ്ങളിവിടെ ഉണ്ട്. ചക്ക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഈ ചക്കയ്ക്കൊക്കെ ഒരു $1,000 നാളെ പോകും. ഈ പടവലങ്ങ സൂപ്പർ $500 വകുപ്പുണ്ട്. ഇത് നമ്മുടെ അച്ചാൻ കെ വറിസ് അച്ചാൻ ഇതാ ഒരു കരിയാപ്പല ഇപ്പോഴേ നോട്ടം വിട്ട് വെച്ചിരിക്കുകയാണ്. $450 അത് നാളെ പോകണ്ടേ, ഇപ്പോഴേ പിടിക്കണ്ട. ഓക്കെ, അങ്ങനെ ധാരാളം ആളുകൾ വരിക. നമ്മുടെ ലേലം വിളിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, രാജു. ശബ്ദ ബേബിക്കുട്ടിച്ചാനും രാജു ഒക്കെയാണ് നാളെ ലേലം വിളിയുടെ ആശാന്മാർ. അവരെല്ലാം അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നു, അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. PI വറീസിച്ചാനെ, മോനി. ഇതാണ് ചേന എന്ന് പറയുന്നത്. വോളണ്ടിയേഴ്സ് ആണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത് നമുക്ക് പുതിയ നടാനാണോ അത് വിൽക്കാനാണോ? അങ്ങനെ അതിന്റെ പരിപാടി. ഓണം അടുത്ത് വരിക, അതെ, ഓണം അടുത്ത് വരിക. ഓണത്തിന് വേണ്ടിയുള്ള ചേന ഇവിടെ വന്നാൽ നിങ്ങൾ മാത്രമല്ല വരണ്ടേ, നിങ്ങളുടെ അയലോക്കക്കാരെ നാട്ടുകാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരണം. നാളെ 4 മണിക്കുള്ള സ്നാക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നാളെ ഇതിപ്പോൾ തുടക്കം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5% മതി. 95% ഇന്ന് നാളെയുമായിട്ട് എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വളരെ ആവേശകരമായ രീതിയിൽ ഈ ട്രിനിറ്റി സെന്റർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹൗസ് മെയ്ഡും ഹോം മെയ്ഡും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പല പരിപാടികളാണ്. വളരെ ശക്തമായ രീതിയിൽ ഇങ്ങനെ ആളുകൾ ഇപ്പോൾ ഇത് തുടക്കമാണ്. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നല്ല മഴയായിരുന്നു, മഴയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. നാളെ ക്ലൈമറ്റൊക്കെ വളരെ അനുഗ്രഹപ്രദമായ രീതിയിലൊക്കെ പോകുമെന്നാണ് നമ്മുടെ ചമ്മരപ്പള്ളി അച്ചാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നാളത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ വന്ന് സംബന്ധിച്ച് ഇടവകയെ സഹായിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു.